ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഇളയമര വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങെല്ലാം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മടങ്ങുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ പ്രജി അച്ചുവിൻ്റെ ഇപ്പം അങ്ങോട്ട് വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ റോഡ് കണ്ട, ഇതൊരു തോടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇങ്ങോട്ട് റോഡില്ലാത്തതുകൊണ്ട് കുറച്ച് റോഡിന് വേണ്ടി കുറച്ച് ചാല ഇവിടെ വിട്ടിട്ട് ബാക്കി റോഡാക്കി. അപ്പോൾ ആ സൈഡിലേക്ക് കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല ഭംഗിയായിരുന്നു, നല്ല വെള്ളമാണ്. കുറേ ആൾക്കാർ അലക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പം ഞാനും ഷിമ്മിയും അച്ചൂട്ടനും അമ്മയെല്ലാം കൂടെ പ്രജീനെ നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നല്ല വീതിയില്ല തോടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വെള്ളം പോകാൻ വേണ്ടി കുറച്ചൊരു സൈഡായി കൊടുത്ത് ബാക്കി ഭാഗത്ത് റോഡാക്കിയിട്ടുണ്ട്. നല്ല സ്ഥലം. അപ്പോൾ നമ്മൾ പ്രജീനെ നോക്കിയിട്ട് കുറേ സമയം അവിടെ നിന്നു. പ്രജി വന്ന ശേഷം പിന്നെയും പ്രജീനെ ഭയങ്കര റീൽസായിരുന്നു കേട്ടോ. എന്തൊക്കെയോ കാട്ടിക്കൂടി രണ്ടുപേരും കൂടെ. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. ഈ ഒരു സ്ഥലത്ത് കുറേ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല സുഖമുണ്ട്. പിന്നെ മൊത്തത്തിൽ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇളയമര വീട്ടിൻ്റെ കുറച്ച് ഇളയമര വീടിൻ്റെ ആ ഒരു ഏരിയ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അതിൽ ഇങ്ങനെ വെള്ളം നോക്കി ഇങ്ങനെ നടക്കണം കേട്ടോ. കുറേ നേരം നിന്നപ്പോഴാണ് പ്രജി അച്ഛന് യാത്ര അയച്ചിട്ട് പ്രജി വന്നത്. അപ്പോൾ പ്രജി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ റീൽസ് എല്ലാം എടുത്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കുറച്ച് നേരത്തെ ഇറങ്ങട്ടെ. വാഴയിൽ 6 മാസം കളയിലൂടെ 6 മാസം കഴിഞ്ഞാൽ അമ്മ ശിവനോട് ഇന്നലത്തെ വല്യമ്മന്റെ പ്രേതത്തിന്റെ വിറ്റ് പറഞ്ഞു. വീടിന്ന് ഇറങ്ങിപ്പോന്നെ ആര് ഞാനും ബിജുവിനോട് അപ്പുറം ചളിയായിട്ട് ഇവിടെ ഇറക്കാൻ പറഞ്ഞു. ബിജുവിന് എറണാകുളം പോകണോണ്ട് വേഗം കാറിലിടക്കം ഉണ്ടാക്കി മഴയായിട്ട്. എന്നിട്ടാണേ താഴേക്ക് ഇറങ്ങുമ്പോ ഒരു മുണ്ട് മാത്രം വീതിക്കേ ഒന്നും ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞു അമ്മ വില്ലാട്ടാ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ അത് വില്ലാട്ടെന്ന് അമ്മ ആ തൊഴിലുറപ്പുകാരെ വെച്ച ബോർഡായിരിക്കും. ഞാൻ എന്നിട്ട് വില്ലാട്ട വിളിച്ചു. വില്ലാട്ടം കേൾക്കുന്നില്ല. പിന്നെ മുമ്പോട്ട് പോകുമ്പോ ഒരു ബോർഡ് ഞാൻ നേരെ തൊഴിലുറപ്പിന്റെ ബോർഡായിട്ട് വെച്ചാൽ പിന്നെ പെട്ടെന്ന് വില്ലാട്ട കേട്ടിട്ടാ മൊബൈലിൽ പേടിച്ചു പോയല്ലേ നീ. പിന്നെ ഒരു വെള്ളമുണ്ട് മാത്രം, ഒരു കാലും ഒരു വെള്ളമുണ്ട് മാത്രം. അത് പുഷ്പേച്ചി നാച്ചുറൽസിന്റെ സൺസ്ക്രീം വാങ്ങി. അത് ഇവൻ ഇടയ്ക്ക് ഇറങ്ങി ഞാനും പ്രിയയും ഷിംനയും കൂടെ നടന്ന് വീട്ടിൽ സ്ഥലം. അത് തന്നെ. എടാ മുരിങ്ങാത്തണ്ട് നോക്കണേ. മുരിങ്ങാത്തണ്ട് നടാനെടുത്താലോ? മുരിങ്ങാത്തണ്ടാ എടുത്തു. മുരിങ്ങയുടെ കൊമ്പ് വേണം നടാൻ. എവിടെ എവിടെ എവിടെ? ആ എടാ ഷിംന പോണാ മുരിങ്ങേൻ്റെ ചെടി അല്ല കമ്പ്. ഞാൻ കൊണ്ടാക്കട്ടെ, എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഡ്രസ്സൊക്കെ ഇവൾക്ക് കുടുക്കി കയറി. എൻ്റെ ഭഗവാൻ എടുക്കുന്ന പണി നോക്കണേതാ. നോക്കൂ ഗൈസ്, ഒരു കഷ്ണം പോലെ ഇവിടെ വെച്ച് കണ്ടെടുത്തിട്ട് പോകുന്നു. എന്താ ഇത് കഥ? ബലി 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 ബാഹുബലി. ഞാൻ മിക്കവാറും ത്രെഡ് ചെയ്തിട്ട് എടുക്കലേ ഉണ്ടാവല്ലോ. അവിടെ എത്തണം എനിക്ക്. ഫേഷ്യലിന്റെ ക്രീമിന്റെ ഡേറ്റ് ചെയ്തോ കഴിഞ്ഞു നന്നായി. പിന്നെ അതും ഞാൻ അരച്ചിട്ടുണ്ട്. ക്രീമിന്റെ ഡേറ്റ് കഴിഞ്ഞു. ഞാൻ പോന്നു. അപ്പൊ ഒരാൾ മുരിങ്ങയിലും വലിച്ചിട്ട് വരുന്നുണ്ട്. നേരത്തെ വന്നിനാ
ബാ അതെയാ വന്ന വേണ്ട എന്നാ പിന്നെ പോ. ബാഹുബലിത്തെ മാതിരി ഇപ്പൊ അമ്മാമ ചായ കുടിച്ചാ? ചായ കുടിച്ചാ? ഓക്കെ ബൈ.